എറണാകുളത്ത് ഉൾപ്പെടെ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. തൊട്ടു പിന്നാലെ ശക്തമായ കാറ്റിൽ കോതമംഗലം പൂയംകുട്ടിയിൽ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വാഹനത്തിനും കേടുപാടുണ്ടായിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, കഴിഞ്ഞ ദിവസവും വേനൽ മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കോതമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ കാറ്റിലാണ് ഇന്ന് കോതമംഗലത്തിനടുത്ത് പൂയംകുട്ടി മേഖലയിൽ മരങ്ങൾ ഒടിഞ്ഞു വീണത്. പൂയംകുട്ടി റോഡിലാണ് നിരവധി മരങ്ങൾ കടപുഴകിയത്. കൂടാതെ വൈദ്യുതി പോസ്റ്റുകൾ കനത്ത കാറ്റിൽ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. ബ്ലാവന കടവ് മുതൽ പൂയംകുട്ടി വരെയുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തത്. അതിശക്തമായ കാറ്റാണ് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രദേശത്ത് വീശിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചില വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണ് വാഹനങ്ങൾക്കും സാരമായ തകരാറുണ്ടായിട്ടുണ്ട്. അതേസമയം കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനും മറ്റുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായ കൃഷിനാശമുണ്ടായിരുന്നു. അങ്കമാലി മേഖലയിൽ ഒപ്പം കൂത്താട്ടോളം മേഖലയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം കാറ്റ് നാശം ലഭിച്ചത്. ഇന്ന് കുറച്ചുകൂടി കിഴക്കൻ മേഖലയായ കോതമംഗലത്തോട് ചേർന്നുള്ള കോതമംഗലം പൂയംകുട്ടി മേഖലയിലാണ് ഇന്ന് കാറ്റ് ശക്തമായ നാശം ലഭിച്ചത്. ഈ ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും ഇത്തരത്തിൽ മറിഞ്ഞു വീണ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനും മറ്റുമായുണ്ട്. വൈദ്യുതി വിതരണം എപ്പോൾ പുനഃസ്ഥാപിക്കാനാകും എന്നതിൽ വ്യക്തതയില്ല. കാരണം ഒന്നിലധികം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായിരുന്നാലും മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതവും മറ്റും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം തുടരുകയാണ്. ശരി, പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകുന്നത്.